നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേട്രിയറ്റ്സ്, രാജ്യസ്നേഹം. ആ രാജ്യസ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി 3 ദിനങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിൻ്റെ ദ ലെജൻഡായിട്ടുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ആൻഡ് ലാലേട്ടൻ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുകയാണ്. വലിയ ആഘോഷത്തോടുകൂടിയാണ് ഈ സിനിമയെ കേരളം വരവേൽക്കാൻ പോകുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ പണം മുടക്കുന്ന ഒരു സിനിമ, മൾട്ടി സ്റ്റാർ ചിത്രം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കണ്ടന്റ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളതാണ്. അത് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. മലയാള സിനിമയിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. 5 രാജ്യങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായിട്ടുള്ള മമ്മുക്കായും ലാലേട്ടനും ഇപ്പോൾ ഈ സിനിമയെ റിലീസുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രൊമോഷൻ വീഡിയോസാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മമ്മുക്ക വന്ന ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. 75-ാമത്തെ വയസ്സിലും അതിങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു ഉദയ സൂര്യനെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും പാട്രിയറ്റ് അത് കാണാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് ദൈവമേ ഞാൻ കേൾക്കുന്നത് എന്ന് വിചാരിക്കാറുണ്ടോ മനസ്സിൽ? അതിനാണ് നമ്മൾ ഈ ആളുകളെ ഇങ്ങനെ മാറ്റുന്നത്. പേട്രിയറ്റിന്റെ അരങ്ങിലെയും അണിയറയിലെയും വിശേഷങ്ങളുമായി ശ്രീ മമ്മൂട്ടി. How do you keep that fire still burning? പുതിയ കളിപ്പാട്ടങ്ങളോടുള്ള ഒരു ഭ്രമം, അത് കാണുമ്പോൾ ഒരു ആവേശം, അതൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അത് കൂട്ടണ്ട. ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആ ക്യാരക്ടറായിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ? എന്റെ കാര്യമാണോ? ഞാൻ വിചാരിച്ചു നിന്റെ കാര്യമാണ്. ഞാൻ ഇരുന്ന് ഷൂട്ട് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ പറ്റത്തില്ല. I can't sit in before a monitor and I can't function like that. ലാലേട്ടൻ ഇപ്പോ ലാൽ അമേരിക്ക പേട്രിയറ്റ്. മെയ് 1 വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഓൾറെഡി ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, ആദ്യ ഷോ തന്നെ കാണണം. ആദ്യ ഷോ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. കാരണം സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കഥ പറച്ചിലാണ് ഈ സിനിമയുടേത്. ഇതിൻ്റെ മേക്കിംഗ് ഗംഭീരമായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. മഹേഷ് നാരായണൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിലാണ് സിനിമ 5 ഭാഷയിലായിട്ട് നടത്തുന്നത്. മലയാളികൾക്ക് വേണ്ടിയാണ് ഈ ഒരു സിനിമ ചെയ്തതെന്നാണ് മമ്മുക്ക കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലേ. മമ്മുക്കായും ലാലേട്ടനും പൊളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്താണേലും നമുക്ക് അത് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. സത്യത്തിൽ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും, മണിക്കൂറുകൾ ഇങ്ങനെ മാറും തോറും വലിയ ആകാംക്ഷയാണ് എന്താണ് സിനിമ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത വിരുന്നാണ് മലയാളികൾക്ക് വേണ്ടി നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും കാത്തു വെച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മെയ് 1 ആദ്യ ഷോ കണ്ട് നമ്മുടെ റിവ്യൂമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും